2026 നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് എല്ലാവരുടെയും നോട്ടമെങ്കിലും അതിനു മുൻപ് നടക്കാൻ പോകുന്ന, അതായത് ഇന്നേക്ക് 2 മാസത്തിനു ശേഷം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ച് ഒരു നിർണായക ഘടകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് മുൻതൂക്കം ലഭിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനകൾ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അതിനെ അത്രത്തോളം പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ ഏകദേശം വിശദമാക്കി കഴിഞ്ഞു. വരുന്ന നവംബറിലോ ഡിസംബറിലോ തെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന സൂചനകൾ. അതായത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഇങ്ങ് അടുത്തെത്തി എന്ന്. 2026 ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 2 ജില്ലകൾ ശ്രദ്ധാകേന്ദ്രമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് തിരുവനന്തപുരവും തൃശ്ശൂരും ആണെന്നുള്ളതും നമുക്കേവർക്കും അറിയാം. കാരണം സംസ്ഥാനത്ത് 3ാം മുന്നണിയായി നിൽക്കുന്ന BJP നയിക്കുന്ന NDA ഈ 2 ജില്ലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഈ പറയുന്ന കണക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, കേരളത്തിലെ 2 പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനും ഇത്തവണ പിടിച്ചെടുക്കും എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് BJP ഇക്കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഇക്കാര്യം നേരത്തെ തന്നെ BJP പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റമാണ് BJP കാഴ്ചവെച്ചത്. എന്നാൽ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് കാണിച്ച ആ ഒരു മുന്നേറ്റം പിന്നീട് അവർക്ക് ആവർത്തിക്കാനായില്ല. ഇത് തിരുവനന്തപുരത്തെ കാര്യമാണ് പറയുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി പാർലമെന്റ് മെമ്പറായി മത്സരിച്ച് വിജയിച്ചതോടെ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന BJP നേതൃത്വം. അത് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് തൃശ്ശൂരിൽ BJP നടത്തുന്നത്. അതിന് തുടക്കമെന്ന നിലയിലാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കലിംഗ് ചർച്ച എന്ന ഒരു പദ്ധതി രൂപം കൊടുത്തതും അത് മണ്ഡലത്തിൽ തുടർന്നു വരുന്നതും. ഇത്തരത്തിൽ 2 കോർപ്പറേഷനുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് എത്തിയിരിക്കുകയാണ്. അതും BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് ആ ട്വിസ്റ്റ് വന്നിരിക്കുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം കാഴ്ചവെച്ച തിരുവനന്തപുരത്ത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP പിന്നിലേക്ക് പോയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ഏജൻസി തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നടത്തിയ സർവേയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അധികം വൈകാതെ BJPയുടെ കൈകളിലാകുമെന്ന് പ്രതീക്ഷ ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 10 വർഷം മുൻപ് നടന്ന, അതായത് 2015 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. 35 സീറ്റുകളാണ് അന്ന് BJP നേടിയത്. CPM ആ സമയത്ത് നേടിയത് 35 സീറ്റുകൾ മാത്രമായിരുന്നു. അതേസമയം CPI 4 സീറ്റുകളൊന്ന് സ്വന്തമാക്കി. അങ്ങനെ 39 സീറ്റുകളോടെ CPM നേതൃത്വം നൽകുന്ന LDF കോർപ്പറേഷൻ ഭരിക്കുകയായിരുന്നു. അന്ന് മേയറായി എത്തിയത് കഴക്കൂട്ടം കോർപ്പറേഷൻ ഡിവിഷനിൽ നിന്നും മത്സരിച്ച VK പ്രശാന്ത് ആയിരുന്നു. മേയർ ബ്രോ എന്ന ചുരുക്കപ്പേരിലേക്ക് മാറിയ പ്രശാന്ത് പിന്നീട് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിച്ച് MLA ബ്രോ ആവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടി ശ്രമഫലമായാണ് 2018 നിന്നും 2020 എത്തുമ്പോൾ CPM 35 നിന്ന് 39 അവരുടെ കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. CPI 9 സീറ്റുകളാക്കി അവരുടെ അംഗബലം വർദ്ധിപ്പിക്കുകയും ചെയ്തു. മറ്റു ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തി 51 സീറ്റുകളോടെ ഭൂരിപക്ഷത്തോടെ തന്നെ LDF നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്താൻ അന്ന് BJPക്ക് കഴിഞ്ഞു. മാത്രമല്ല മറ്റൊരു മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രലിൽ 2ാം സ്ഥാനത്ത് എത്താനും BJPക്കായി. ഈ കണക്കുകളാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്ന പ്രതീക്ഷ വർദ്ധിപ്പിച്ചത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പ്രതീക്ഷ BJPക്ക് വേണ്ടെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വകാര്യ ഏജൻസി തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേ ഫലത്തിൽ നിലവിൽ BJPക്ക് അനുകൂലമായ സാഹചര്യമല്ല തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നത് എന്നുള്ള സൂചനകളാണ് പ്രവചിച്ചിട്ടുള്ളത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ധാരണ അസ്ഥാനത്താണെന്ന വിലയിരുത്തൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പുറത്തുവരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP അനുകൂല സാഹചര്യത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം സാധാരണക്കാർ ഉയർത്തും. BJPയുടെ തിരുമല വാർഡ് കൗൺസിലർ ആയ അനിൽകുമാർ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നഗരസഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. BJP നേതൃത്വത്തിന് എതിരെ BJP നേതാക്കൾ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP നേതൃത്വവുമായി വളരെയേറെ ബന്ധമുള്ള ഒരു BJP പ്രവർത്തകനിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പ്രചരിച്ചിരുന്നു. അതിൻ്റെ കുറച്ചു ഭാഗം ഞാനൊന്ന് വായിക്കാം. അനിൽകുമാർ ആത്മഹത്യ ചെയ്യാൻ കാരണമായ സഹകരണ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. നല്ല നിലയിൽ ജനസ്വീകാര്യതയോടെ പ്രവർത്തിച്ചു പോരുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ ജില്ലാ ഫാം ടൂർ കോർപ്പറേറ്റീവ് സൊസൈറ്റി. ജീവനക്കാരുടെ കളങ്കമില്ലാത്ത പ്രവർത്തനവും ഇടപാടുകാരോടുള്ള സൗമ്യമായ ഇടപെടലുകളും ശ്രദ്ധേയമാണ്. നിലവിലെ പ്രതിസന്ധിയെയും അവിടുത്തുകാർ തരണം ചെയ്യുമെന്ന് ഉറപ്പാണ്. ആ ജീവനക്കാരുടെ മനോവീര്യം കെടുത്തുന്ന സംഭവങ്ങളാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറെ വിഷമം തോന്നിയതിനാലാണ് ഈ പോസ്റ്റ് ഇടേണ്ടി വന്നത്. ബാങ്കിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയത് ജീവനക്കാരല്ല, മറിച്ച് BJP നേതാക്കളാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. തിരിച്ചടയ്ക്കാൻ പണമുള്ളവർ വൻ തുകകൾ ലോൺ എടുത്ത് അടവ് മുടക്കിയതാണ് പ്രധാന പ്രതിസന്ധി. അനിച്ചേട്ടനെ മരണത്തിലേക്ക് തള്ളിവിട്ട പണമോഹികളായ ആ നേതാക്കൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹത്തിന് മുന്നിൽ ഉളുപ്പില്ലാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു നിൽക്കുന്നതും അനുസ്മരണ പരിപാടികളിൽ മുൻനിരയിൽ കാലും നീട്ടിവെച്ച് കലാപരിപാടികൾ ആസ്വദിക്കുന്ന മനോഭാവത്തോടെ ഇരിക്കുന്നതും കണ്ടു സഹിച്ചു. സംഘടനയെ ഓർത്തും വേണ്ടിയില്ല. എന്നാൽ ഇത്തരത്തിൽ ആ പോസ്റ്റിൽ വിമർശനങ്ങൾ തുടരുകയാണ്. ആ പോസ്റ്റിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ബാങ്കിൽ നിന്നും വൻ തുകകൾ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയുമായിരുന്നിട്ടും തിരിച്ചടയ്ക്കാതെ നടക്കുന്ന നേതാക്കളുടെ പേര് വിവരങ്ങൾ എടുത്ത തുകയും കാലയളവും സഹിതം പൊതുജനങ്ങളുടെ അറിവിലേക്കായി നൽകണമെന്ന് ബാങ്ക് ഭരണസമിതിയോട് അഭ്യർത്ഥിക്കുന്നു എന്ന്. ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുമാത്രം പ്രശ്നങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ BJP മുഖാമുഖം കാണുന്നുണ്ട് എന്നുള്ളത്. അതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ കൗൺസിലർ അനിൽകുമാറിൻ്റെ മരണത്തിന് പിറകിൽ CPM ആണെന്ന ഒരു മണ്ടത്തരം വിളിച്ചു പറഞ്ഞതും സമൂഹ മാധ്യമങ്ങളിൽ വിമർശന വിധേയമായതും. ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന BJP പ്രവർത്തകർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിലെ BJP നയിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം. ഈ ടീമിനെയും വച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നേടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യവും അതിനൊപ്പം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തീർന്നില്ല. കഴിഞ്ഞ ദിവസം Xൽ ഒരു വാർത്ത പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് മാത്രം BJPയുടെ 12 സഹകരണ സ്ഥാപനങ്ങളിൽ നടന്നത് കോടികളുടെ സാമ്പത്തിക തിരിമറി എന്നുള്ളതായിരുന്നു ആ വാർത്ത. ആ വാർത്തയിൽ ദിനചന്ദ്രൻ എന്നയാൾ ഇട്ട ഒരു കമൻറ്റ്. ആ കമൻറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല, ഡിലീറ്റ് ചെയ്യപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെയുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അജിത്തെ, ഭാഗ്യം തുണച്ചില്ലെങ്കിൽ ഉടൻ തന്നെ തിരുമലയിലെ തന്നെ മറ്റൊരു സഹകരണ സൊസൈറ്റിയിലെ പ്രസിഡന്റിനും ഇതേ ദുരന്തമുണ്ടാകും. 68 വയസ്സായ 2 അറ്റാക്ക് കഴിഞ്ഞ ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ്. കൂടെയുള്ള 10 പേരും കൈയൊഴിഞ്ഞു. ഇനി കാണാനും കാലുപിടിക്കാനും ആരുമില്ല. സംഘത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ ഹതഭാഗ്യനെയും ഇതേ അവസ്ഥയിൽ നമ്മൾ കാണേണ്ടി വരുമോ? ആ കമൻറ്റിന് താഴെ MR മനുഷ് എന്ന് പറയുന്ന ഒരാൾ വേദന തോന്നുന്നു എന്ന മറുപടി കമൻറ്റും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എത്രയാണെന്നും എന്താണ് അതിൻ്റെ വ്യാപ്തിയെന്നും നിങ്ങൾക്ക് ബോധ്യമായി കാണും. BJPയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പല സഹകരണ സംഘങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ പലതും നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നാട്ടുകാരിൽ രൂപപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കോർപ്പറേഷനിലോ ആ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിലോ അതല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിലോ അധികാരമില്ലാത്ത ഒരവസ്ഥയിലാണ് BJP നിൽക്കുന്നത്. ഈ പറഞ്ഞ ഇടത്തൊക്കെ അധികാരമില്ലാത്ത സാഹചര്യത്തിലും BJPയുടെ കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നുയരുന്ന ചോദ്യം. ഈ ചോദ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കിപ്പോൾ തടസ്സമായി നിൽക്കുന്നത്. BJP നേതൃത്വത്തിന് എതിരെ BJPക്കാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാം എന്ന BJPയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ ഒരു അതിമോഹം തന്നെ എന്നാണ് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നടന്ന പല സർവേ ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്.
അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിനെ ഒരു വിധത്തിലും ഉപയോഗപ്പെടുത്താത്ത നേതൃത്വത്തിനെതിരെയും BJPയിൽ അമർഷമുണ്ട്. എന്തായാലും BJPയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ BJP കൗൺസിലറായിരുന്ന തിരുമല അനിൽകുമാറിൻ്റെ ആത്മഹത്യക്കെതിരെ ഉയരുന്ന പ്രവർത്തകരുടെ രോഷവും അടിസ്ഥാനമാക്കി തന്നെയാണ് കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള പുതിയ സർവേ ഫലങ്ങൾ എത്തിയിരിക്കുന്നത്.